ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ഷെയർ തരിക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് കിട്ടിയേക്കുന്ന മീൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ. ഫ്രഷ് മീനുകളാണ് എല്ലാം കിട്ടിയേക്കുന്നത്. നമുക്ക് നത്തോലി കിട്ടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം വലുപ്പമുള്ള നത്തോലിയാണ്, വെള്ള നത്തോലി അല്ലെങ്കിൽ ചൂട കിട്ടിയിട്ടുണ്ട്. കിലോയ്ക്ക് 100 രൂപ വിലയേ ഉള്ളൂ. പിന്നെ അയല കിട്ടിയിട്ടുണ്ട്. അയല ഇച്ചിരി വിലക്കുറവുണ്ട് കേട്ടോ. അയല കിലോയ്ക്ക് 120 രൂപ വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല അയലയാണ്, നാടൻ അയലയാണ്, ഫ്രഷ് അയലയാണ് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ ഇപ്രാവശ്യം മത്തിയേക്കാളും കൂടുതൽ അയലയാണ് കടപ്പുറത്ത് കിട്ടുന്നത്. അതിൽ നല്ല അയല വയറിന് പ്രശ്നമെന്നൊക്കെ പറഞ്ഞാലും അയലയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നെയ്യുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് അയലയ്ക്ക്. പിന്നെ നമുക്ക് പരവ മുള്ളൻ അല്ലെങ്കിൽ പരവ കാരൽ എന്ന് പറയും, പാൽ മുള്ളൻ എന്ന് പറയും. നല്ല മീനാണ്, നല്ല വറക്കാൻ പറ്റിയ മീനാണ്. ഇത് തോരൻ വെക്കാൻ നല്ല മീനാണ് കേട്ടോ. നല്ലപോലെ തോരൻ വെച്ച് കഴിക്കാനും നല്ലതാണ്. മുള്ളൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത, മുള്ളൊക്കെ ചവച്ചരച്ച് കഴിക്കാവുന്ന ടൈപ്പ് മീനാണ്. സെയിം പരവയുടെ അതിൻ്റെ തന്നെ ഒരു മീനാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ അടു എന്ന് പറയും, അടവ് മീനെന്നും അടു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ കിട്ടിയിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇത് വളർത്തു മീനാണ്. പിന്നെ റെഡ് ബല്ലി എന്ന് പറയും, നട്ടർ എന്ന് പറയും, പിന്നെ പിരാന എന്ന് പറയും. കണ്ടാലൊരു ആവോലിയുടെ ഷേപ്പൊക്കെ പോലെ ഉണ്ടെങ്കിലും അത്യാവശ്യം ടേസ്റ്റുള്ള മീനാണ്. കൂടുതലും ഈ ബായിമാർ കൂടുതലായിട്ട് മേടിക്കുന്ന മീൻ ഇതാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബംഗാളി മീനാണിത്. കൂടുതലും ബംഗാളികളിലൊക്കെ വളർത്തുന്ന മീനുകളായിൽപ്പെട്ട മീനാണിത്. തിലോപ്പിയൊക്കെ പോലെ തന്നെ ടേസ്റ്റുള്ള മീനാണ്. ഫ്രൈ ചെയ്യാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റുള്ള മീനാണ്. ഈ ഗ്രില്ല് ചെയ്യാനും നല്ല മീനാണ് കേട്ടോ. നല്ല ഇച്ചിരി സോഫ്റ്റാണ്, നല്ല സെറ്റപ്പ് ഇതുള്ള മീനാണ്. ഈ മീൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ചില ആൾക്കാരിൻ്റെ തൊലി ഇങ്ങനെ സ്കിന്നി എത്തി എടുക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മളിവിടെ തൊലി കളഞ്ഞാണ് എടുക്കുന്നത്. കൂടുതലും സ്കിന്ന് കഴിക്കാറില്ല. എത്ര നല്ല മീനാണെന്ന് പറഞ്ഞാലും മിക്കവാറും ആവോലി വരെ തൊലി പൊളിച്ചാണ് നമ്മൾ എടുക്കുന്നത്. തൊലി ഫ്രഷായിട്ട് ചെത്തി അല്ലെങ്കിൽ വലിച്ച് കളയുവാണെങ്കിൽ ആ മീൻ നല്ല ക്ലീനായിട്ടിരിക്കും. നല്ല കഴുകുമ്പോഴാണെങ്കിലും എല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടും. ഒത്തിരി ഇതൊന്നും കുഴപ്പമൊന്നും വരത്തില്ല. നല്ല ഇച്ചിരി കട്ടിയുണ്ട് തൊലി പൊളിക്കാനായിട്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, തൊലി പൊളിച്ചെടുക്കുന്നതാണ് നല്ല വൃത്തിയായിട്ട് കിട്ടുന്ന മീൻ. നല്ല ക്ലീനായിട്ട്
മീൻ കിട്ടി. പീസാക്കി ഇടും, നല്ല ആകോലിയൊക്കെ പീസാക്കുന്ന പോലെ നല്ലപോലെ പീസാക്കി എടുത്താൽ മതി. തലയൊന്നും അങ്ങനെ ഉപയോഗിക്കത്തില്ല കേട്ടോ, തലയൊന്നും വലിയ ഇതൊന്നുമുള്ളതല്ല. നല്ല നെയ്യുണ്ട് കേട്ടോ ഈ മീനിൻ്റെ, വയറ് നിറച്ച് നെയ്യുള്ള മീനാണ്. ക്ലീൻ ക്ലീനാണ്, നല്ല വൈറ്റ് മീറ്റും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി മീനാണ്. ഇങ്ങനെ ഈ കഷ്ണം ഫ്രൈ ചെയ്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അത്രയേ ഉള്ളൂ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്ന പരിപാടി. ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ല മുരശ് കിട്ടിയിട്ടുണ്ട്, വിലക്കുറവുണ്ട്. കിലോ 140 രൂപയുള്ളൂ. 1.5 കിലോ മുരശ് 200 രൂപ വിലയ്ക്ക് കൊടുക്കുക. നല്ല കൊലാമുരശ് എന്ന് പറയും, അടിപൊളി സാധനം, ഫ്രഷ് സാധനമാണ്. 1.5 കിലോ 200 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ്. പിന്നെ നമുക്ക് കേര കിട്ടിയിട്ടുണ്ട്, കേരയുടെ പീസ്. കേര പീസ് നമുക്കൊരു 350 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല സൂപ്പർ കേര പീസ്. നീല കണ്ണൻകുഴിയാളെന്നൊക്കെ പറയുന്ന മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കണ്ണൻകുഴിയാളെയാണ്. 3 എണ്ണമൊക്കെ ചിലപ്പോൾ 1 കിലോ വരാൻ ചാൻസ് ഉള്ള മീനാണ്. നല്ല ഓവർ വലിപ്പവും നല്ല ഫ്രഷ് മീനുമാണ്. കിലോയ്ക്ക് 140 രൂപ വിലയുള്ളൂ 1 കിലോ. പിന്നെ അടുത്ത ഐറ്റം കുറച്ച് ആറ്റുമീൻ കിട്ടിയിട്ടുണ്ട്. ഇത് വാളയും വരാലും മാത്രമേ ഉള്ളൂ. നല്ല ഫ്രഷ് ഐറ്റം മീനാണ്. കിലോ 160 രൂപ വിലയേ ഉള്ളൂ. ന്യായമായ വലുപ്പമുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള മീനാണ്. ഒരു 2 എണ്ണം വെക്കുമ്പോൾ തന്നെ 1.5 കിലോ തൂക്കം വരുന്ന ടൈപ്പിലുള്ള മീനുകളാണ് ഇതെല്ലാം. നല്ല ഫ്രഷ് സാധനമാണ്. രാവിലെ ജീവനോടെ കിട്ടിയതാണ്. ഐസിൻ്റെ അകത്തോട്ട് ഇട്ടപ്പോൾ ചത്ത് ഇതായിപ്പോയതാണ്. പിന്നെ കുറച്ച് ഓലക്കുഴയുടെ മീനിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്. ഓലക്കുഴ പീസ് നമ്മൾ പീസാക്കി എടുത്തതാണ്, അധികം കിട്ടിയിരുന്നില്ല. 25 കിലോ അടുത്ത് കിട്ടിയിട്ടുള്ളൂ. ഇന്ന് തൂക്കം 25 കിലോയേ ഉള്ളൂ. വിലക്കുറവുണ്ട്. 1 കിലോയ്ക്ക് 300 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള നല്ല ഫ്രഷ് മീനുമാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സൂപ്പർ പീസാണ്, കിട്ടിലും പീസാണ്. വിലക്കുറവുണ്ട്. 300 രൂപ എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള വിലയേ ഉള്ളൂ, ഓവർ വിലയൊന്നുമില്ല. 1 കിലോ പീസ് എന്ന് പറയുമ്പോൾ അത് കഷ്ണമായിട്ട് തന്നെ കിട്ടും, വേസ്റ്റേജും കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.